സോളോ ലെവലിംഗ് എപ്പിസോഡ് 2 ആരംഭിക്കുന്നത് പ്രതിമയുടെ കണ്ണിൽ നിന്നുമുള്ള ഹീറ്റ് വിഷനിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഹണ്ടേഴ്സിനെ കാണിച്ചുകൊണ്ടാണ്. ഇനി എന്ത് ചെയ്യുമെന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ എന്നും ചോദിച്ച് ഹണ്ടേഴ്സ് പരസ്പരം പരിഭ്രാന്തരാകുന്നതിനിടയിൽ ആരോടും ഒച്ച വയ്ക്കരുതെന്നും അനങ്ങരുതെന്നും ക്യാപ്റ്റൻ സോങ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇനി അനങ്ങിയാൽ പ്രതിമ വീണ്ടും ആക്രമിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും നിശബ്ദരാകുന്നു. ജിൻവുവിൻ്റെ അടുത്ത് കിടക്കുന്ന ജൂഹി കുറച്ചു മുൻപ് സംഭവിച്ച ഷോക്കിൽ പേടിച്ചു വിറയ്ക്കുന്നു. ജിൻവു ജൂഹിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും ജിൻവു മുൻകൂട്ടി കണ്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും തീർന്നേനെ എന്നും ക്യാപ്റ്റൻ സോങ് പറയുന്നു. അത് താൻ മുൻകൂട്ടി കണ്ടതല്ലെന്നും മറ്റും ജിൻവു പറയുമ്പോൾ ക്യാപ്റ്റൻ സോങ്ങിൻ്റെ ഇടത്തേക്കൈ അറ്റുപോയിരിക്കുന്നത് ജിൻവു കാണുന്നു. അത് സാരമില്ലെന്ന് പറയുന്ന ക്യാപ്റ്റൻ മുറിവ് വെച്ച് കെട്ടാമോ എന്ന് ജിൻവുവിനോട് ചോദിക്കുന്നു. മുറിവ് കെട്ടുന്നതിനിടയിൽ ഹീലറായ ജൂഹിയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നും എന്നാൽ അവളുടെ ഇപ്പോഴത്തെ മാനസിക നില വെച്ച് ഒന്നും ചെയ്യാനാകില്ലെന്ന് പറയുന്ന ക്യാപ്റ്റൻ അതുകൊണ്ടൊരു ബി റാങ്ക് ഹീലർ ആയിരുന്നിട്ടും ജൂഹി ഡി റാങ്ക് മീ റാങ്കും പോലുള്ള ഡഞ്ചിനുള്ളിൽ റെയ്ഡിന് വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. ഞാൻ ഇതിനു മുൻപ് 1-2 ബി റാങ്ക് ഡഞ്ചനുകളിൽ പോയിട്ടുണ്ടെന്ന് പറയുന്ന ക്യാപ്റ്റൻ അതിൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നും ഈ ഇരിക്കുന്ന പ്രതിമ എ റാങ്കോ അല്ലെങ്കിൽ എസ് റാങ്കോ ആണെന്നും പറയുന്നു. ശേഷം വീണ്ടും സംസാരിക്കുന്ന ക്യാപ്റ്റൻ സോങ് മുൻപ് വായിച്ച കൽപ്പനയിൽ ആദ്യം ദൈവത്തെ ബഹുമാനിക്കണമെന്നാണെന്നും രണ്ടാമത് ദൈവത്തെ സ്തുതിക്കണമെന്നും മൂന്നാമത്തേത് ദൈവത്തോടുള്ള വിശ്വാസം തെളിയിക്കണമെന്നും ഇതൊന്നും പാലിക്കാത്തവർ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകാൻ സാധിക്കില്ലെന്നുമാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ പറയുന്ന ദൈവം മിക്കവാറും ആയിരിക്കുന്ന പ്രതിമയായിരിക്കുമെന്ന് ജിൻവു ക്യാപ്റ്റനോട് പറയുന്നു. മറ്റൊരിടത്ത് സ്കൂളിനുള്ളിൽ ജിൻവുവിൻ്റെ അനിയത്തി ഹണ്ടർ ടെസ്റ്റിനിടയിൽ കണ്ട കുട്ടിയുമായി സംസാരിക്കുന്നത് കാണിക്കുന്നു. നീ എന്താണ് ഇന്ന് താമസിച്ചു വന്നതെന്ന് ജിൻവുവിൻ്റെ അനിയത്തി ജിന ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്ന് പെൺകുട്ടി പറയുന്നു. ജിനായുടെ ചേട്ടൻ ഒരു ഹണ്ടർ അല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ ജിൻവു ഒരു ഇ റാങ്ക് ഹണ്ടറാണെന്നും അതുകൊണ്ട് എപ്പോഴും പരിക്ക് പറ്റിയ വീട്ടിൽ വരാറുള്ളൂ എന്നും പറയുന്ന ജിന എന്തിനാണ് ചോദിക്കുന്നതെന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ചുമ്മാ ചോദിച്ചതാണെന്ന് പറയുന്നു. അതേസമയം ഡബിൾ ഡഞ്ചിനുള്ളിൽ ജിൻവുവിനോട് സംസാരിക്കുന്ന ക്യാപ്റ്റൻ സോങ് ഈ പ്രതിമ അതിശക്തനാണെന്നും നേരിട്ടൊരു യുദ്ധത്തിന് പോകുന്നത് ആപത്താണെന്ന് പറയുകയും തൽക്കാലം എല്ലാവരെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാമെന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു ഹണ്ടർ പ്രതിമയെ നേരിടാൻ ശ്രമിക്കുന്നു. ഒരു നല്ല ഗിൽഡിൽ ഒരു വിധത്തിലാണ് കയറിപ്പറ്റിയതെന്നും അങ്ങനെ ഒരു സമയത്ത് ഇവിടെ കിടന്ന് മരിക്കാൻ താൻ ഒരുക്കമല്ലെന്നും പറയുന്ന ഹണ്ടർ എൻ്റെ വേഗതയിൽ പ്രതിമയെ വെട്ടിച്ചോടാൻ സാധിക്കുമെന്ന് പറയുകയും മിന്നൽ വേഗത്തിൽ വാതിലിനടുത്തേക്ക് ഓടിയെങ്കിലും ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് പ്രതിമ ഹണ്ടറിനെ ചിതറിച്ചു കളയുന്നു. ഇതോടെ ഏത് സമയത്തും പ്രതിമയ്ക്ക് തങ്ങളെ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി കൊല്ലാൻ സാധിക്കുമെന്ന് ജിൻവുവിനും ബാക്കി ഹണ്ടേഴ്സിനും ബോധ്യമാവുന്നു. നിസ്സാരമായി കൊല്ലാൻ സാധിക്കുമെങ്കിലും പ്രതിമ എന്തിനാണ് അവരെ ആക്രമിക്കാതെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ജിൻവുവിന് പെട്ടെന്ന് കൽപ്പനയും പിടിച്ചു നിൽക്കുന്ന പ്രതിമയെ ഓർമ്മ വരുന്നു. ശേഷം ക്യാപ്റ്റനോട് ആദ്യത്തെ കൽപ്പന എന്താണെന്ന് ചോദിക്കുന്നു. ആദ്യത്തേത് ദൈവത്തെ ബഹുമാനിക്കണമെന്നാണെന്ന് ക്യാപ്റ്റൻ സോങ് പറയുമ്പോൾ ജിൻവു എഴുന്നേൽക്കുന്നു. ജിൻവു അനങ്ങുന്നത് കാണുന്ന പ്രതിമ ഹീറ്റ് വിഷൻ ഉപയോഗിക്കാൻ തുടങ്ങവേ പെട്ടെന്ന് ജിൻവു ഇരിക്കുന്നു. ഇതോടെ പ്രതിമ ആക്രമണം അവസാനിപ്പിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായ ജിൻവു എല്ലാ ഹണ്ടേഴ്സിനോടും പ്രതിമയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി വണങ്ങാൻ പറയുന്നു. ജിൻവു പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നീ എന്തെങ്കിലും കണ്ടുപിടിച്ചതെന്ന് ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ കൽപ്പനയിൽ പറഞ്ഞതുപോലെ ദൈവമായ പ്രതിമയെ താണു വണങ്ങി ബഹുമാനിച്ചാൽ അത് ആക്രമിക്കില്ലെന്ന് ജിൻവു പറയുന്നു. ശേഷം എല്ലാവരും ജിൻവു പറഞ്ഞതുപോലെ പ്രതിമയെ വണങ്ങുന്നു. ഉടനെ പ്രതിമയുടെ കണ്ണിലെ വെളിച്ചം കിടുകയും വല്ലാത്തൊരു ചിരിച്ചിരിക്കുകയും ചെയ്യുന്നു. പ്രതിമയുടെ മുഖഭാവം മാറിയത് കണ്ട് ഹണ്ടർ പേടിക്കുന്നു. അല്പനേരമായിട്ടും പ്രതിമ അനങ്ങാതെ ഇരിക്കുന്നത് കാണുന്നതോടെ ഹണ്ടർ പാർക്ക് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന പാർക്കിനെ പ്രതിമ ആക്രമിക്കാതെ ഇരിക്കുന്നത് കാണുന്നതോടെ എല്ലാവർക്കും ആശ്വാസമാകുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് പ്രതിമ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലെന്ന് പറയുന്ന ജിൻവു ഡഞ്ചൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതാണ് ഏക വഴിയെന്നും അതുകൊണ്ട് രണ്ടാമത്തെ കൽപ്പന എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നും പറയുന്നു. രണ്ടാമത്തെ കൽപ്പന ദൈവത്തെ സ്തുതിക്കാനാണെന്നും ഈ പ്രതിമയെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടതെന്ന് ഹണ്ടേഴ്സ് ചിന്തിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഹണ്ടർ പ്രതിമയ്ക്ക് മുന്നിലിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ജിൻവു ഹണ്ടറിൻ്റെ പ്രാർത്ഥന ഈ പ്രതിമയ്ക്ക് ബാധകമല്ലെന്ന് വിചാരിക്കുമ്പോൾ ഒറ്റ ചവിട്ടിന് ഹണ്ടറിനെ പ്രതിമ അരച്ചു കളയുന്നു. ഇതോടെ പേടിച്ചു വിറയ്ക്കുന്ന ഹണ്ടേഴ്സ് ജീവനും കൊണ്ട് ഓടുന്നു. ഓടുന്നതിനിടയിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പാർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന മറ്റൊരു പ്രതിമ ഹണ്ടർ പാർക്കിനെ നടുവേ വെട്ടിക്കളയുന്നു. അതിനിടയിൽ ജൂഹിയെയും പിടിച്ചുകൊണ്ട് ഓടുന്ന ജിൻവു ഈ ചെകുത്താനെക്കുറിച്ച് എന്താണ് ഇതിനു മാത്രം സ്തുതിക്കാനുള്ളതെന്ന് ചിന്തിക്കുന്നു.
ചുറ്റുമുള്ള പ്രതിമകളിലൂടെ കണ്ണോടിക്കുന്ന ജിൻവു വാദ്യോപകരണങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിമകളെ ശ്രദ്ധിക്കുന്നു. ശേഷം എല്ലാ ഹണ്ടേഴ്സിനോടും വാദ്യോപകരണങ്ങളുള്ള പ്രതിമകൾക്കരികിലേക്ക് ഓടാൻ ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ സോങ് ഓടി ഒരു പ്രതിമയുടെ അടുത്ത് നിൽക്കുന്നു. ഇതോടെ പ്രതിമ ഉപകരണം വായിക്കാൻ തുടങ്ങുന്നു. ഇതോടെ എല്ലാവരും പ്രതിമകൾക്ക് അടുത്തേക്ക് ഓടുന്നു. വയലിൻ പിടിച്ചു നിൽക്കുന്ന പ്രതിമയ്ക്കരികിലേക്ക് ഹണ്ടർ കിം വരുമ്പോൾ പ്രതിമ വയലിൻ വായിക്കുന്നു. അതേസമയം ജൂഹിയും ജിൻവുവും ഒരു പ്രതിമയ്ക്കരികിലേക്ക് എത്തിയെങ്കിലും പ്രതിമ അനങ്ങാതെ നിൽക്കുന്നു. ഒരു പ്രതിമയ്ക്കടുത്ത് ഒരാൾ മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ വിചാരിക്കുന്ന ജിൻവു ജൂഹിയെ അവിടെ നിർത്തി അടുത്തുള്ള പ്രതിമ ലക്ഷ്യമാക്കി ഓടുന്നു. ജിൻവു പോകുമ്പോൾ പെട്ടെന്ന് ജൂഹിയുടെ മുന്നിലെ പ്രതിമ ഉപകരണം വായിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ജിൻവുവിനെ ലക്ഷ്യമാക്കി വലിയ പ്രതിമ വരുന്നു. കാലുകൊണ്ട് ജിൻവുവിനെ ചവിട്ടാൻ ശ്രമിച്ചെങ്കിലും ജിൻവു ഒഴിഞ്ഞുമാറി പ്രതിമയുടെ അടുത്തേക്ക് എത്തുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ സങ് ജിൻവു നിൽക്കുന്നത് തെറ്റായ പ്രതിമയ്ക്കടുത്താണെന്ന് വിളിച്ചു പറയുന്നു. ജിൻവു തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ പ്രതിമ ജിൻവുവിനെ ആക്രമിക്കുന്നു. ഇത് കാണുന്ന ജൂഹി അലറി വിളിക്കുന്നു. പ്രതിമയ്ക്കടുത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുന്ന ജിൻവു എഴഞ്ഞു പോകുമ്പോൾ വലിയ പ്രതിമ വീണ്ടും വന്നെങ്കിലും ജിൻവുവിന് മുന്നിലുള്ള പ്രതിമ പാട്ട് പാടുന്നതോടെ ദൈവത്തെ സ്തുതിക്കുന്നത് ആരംഭിക്കുകയും വലിയ പ്രതിമ തിരിച്ച് അതിൻ്റെ ഇരിപ്പിടത്തിൽ പോയിരിക്കുകയും ചെയ്യുന്നു. ജിൻവുവിന് അടുത്തേക്ക് ഓടി വരുന്ന ജൂഹി നേരത്തെ ആക്രമണത്തിൽ ജിൻവുവിൻ്റെ ഒരു കാല് അറ്റുപോയത് കാണുന്നു. ശേഷം ജിൻവുവിൻ്റെ കാല് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നേരത്തെ ഒരുപാട് തവണ ഉപയോഗിച്ചതുകൊണ്ട് ഇനിയും ഹീൽ ചെയ്യാനുള്ള മാനം ഇല്ലാതെ വരികയും ചോര തുപ്പുകയും ചെയ്യുന്നു. അതിനിടയിൽ ഹണ്ടർ കിം ക്യാപ്റ്റൻ സോങ്ങിനെ തങ്ങളെ അവിടേക്ക് കൊണ്ടുവന്നതിൽ പഴിചാരുന്നു. ബാക്കിയുള്ളവർ ക്യാപ്റ്റനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും താനാണ് അവസാന വാക്ക് പറഞ്ഞതെന്നും അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം തൻ്റെയാണെന്നും ക്യാപ്റ്റൻ സോങ് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജിൻവു ഇത് തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ലെന്നും ഇനിയും ഒരു കൽപ്പന കൂടി ഉണ്ടെന്നും ചിന്തിക്കുമ്പോൾ വലിയ പ്രതിമ കൈ ഉയർത്തുന്നു. ഉടനെ ഒരു ബലിപീഠം പൊങ്ങി വരുന്നു. ഇതെന്താണെന്ന് എല്ലാവരും ചിന്തിച്ചു നിൽക്കുമ്പോൾ പണ്ട് കാലം തൊട്ടേ ദൈവങ്ങൾക്ക് ബലി നൽകാനാണ് ഇങ്ങനെയുള്ള ബലിപീഠങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ജിൻവു അവസാനത്തെ കൽപ്പന ദൈവത്തോടുള്ള വിശ്വാസം തെളിയിക്കാനാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ സോങ് പ്രതിമ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഏതു പട്ടിക്ക് മനസ്സിലാവുമെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊരു ബലി കൊടുക്കണമെന്നും പറയുമ്പോൾ ഹണ്ടർ കിം വാള ഒരു ക്യാപ്റ്റന് നേരെ നീട്ടുന്നു. ഇവിടെ നടന്നതിന് കാരണക്കാരൻ ക്യാപ്റ്റൻ സോങ് ആണെന്ന് പറയുന്ന കിം ക്യാപ്റ്റൻ ഇതിനെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ എന്നും അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പറയുന്നു. സ്വയം ബലി കൊടുക്കാൻ ക്യാപ്റ്റൻ സോങ് നടന്നു നീങ്ങുമ്പോൾ ജിൻവുവിന് കുറ്റബോധം തോന്നുന്നു. ക്യാപ്റ്റൻ മാത്രമല്ല തെറ്റുകാരനെന്നും ഇവിടെയുള്ള എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് ജിൻവു ചിന്തിക്കുന്നു. ബലിപീഠത്തിലേക്ക് ക്യാപ്റ്റൻ സോങ് കയറുമ്പോൾ പെട്ടെന്നൊരു തീനാളം ഉണ്ടാകുന്നു. എന്നിട്ടും ഒന്നും സംഭവിക്കാത്തതോടെ ക്യാപ്റ്റൻ ജിൻവുവിനോട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. 2 ഹണ്ടേഴ്സിൻ്റെ സഹായത്തോടെ ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് ജിൻവു വരുമ്പോൾ ആദ്യം കത്തിയ തീനാളത്തിനൊപ്പം വേറെ 3 കൂടി കത്തുന്നു. ഇവിടെ കാത്തിരുന്നാൽ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുമോ എന്ന് ജിൻവു ചോദിക്കുന്നു. ഗേറ്റ് ഉണ്ടായിട്ട് ഒരാഴ്ചയായുള്ളെന്നും വേറെ ഹണ്ടേഴ്സ് വിവരമറിഞ്ഞ് വരുന്നതിന് മുൻപേ ഇവിടെയുള്ള പ്രതിമകൾ വീണ്ടും അനങ്ങാൻ തുടങ്ങുമെന്നും ക്യാപ്റ്റൻ സോങ് പറയുന്നു. ഡഞ്ചൻ ബ്രേക്ക് സംഭവിച്ചാൽ ഈ വലിയ പ്രതിമകൾ ഗേറ്റിന് വെളിയിലേക്ക് വരുമെന്നും ജിൻവു ചിന്തിക്കുന്നു. അതേസമയം ജിൻവുവിൻ്റെ അനിയത്തി ജിന അവളുടെ അമ്മയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. ശേഷം കോമയിൽ കിടക്കുന്ന അമ്മയോട് അവൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഒരാൾക്ക് ഒരു തീനാളം എന്ന നിലയിലാണ് ബലിപീഠത്തിൽ തീ കത്തുന്നതെന്ന് പറയുന്ന ജിൻവു കിമ്മിനോടും ജൂഹിയോടും ബലിപീഠത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഇരുവരും അകത്തേക്ക് കയറി നിൽക്കുമ്പോൾ 2 തീനാളം കൂടി കത്തുകയും പെട്ടെന്ന് അവർക്ക് ചുറ്റും നീല തീനാളങ്ങൾ കത്തുകയും ചെയ്യുന്നു. ചുവന്ന തീനാളങ്ങൾക്ക് ചുറ്റും നീല തീനാളങ്ങൾ കത്തുന്നത് കണ്ട് ഹണ്ടേഴ്സ് അമ്പരന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡഞ്ചൻ്റെ വാതിൽ തുറക്കുന്നു. വെളിയിലേക്ക് പോകാമോ എന്ന് ഹണ്ടേഴ്സ് സംശയിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നീല തീനാളങ്ങൾ ഓരോന്നായി കെടുന്നു. കൂടാതെ ചുറ്റുമുള്ള പ്രതിമകൾ പതിയെ ബലിപീഠം നോക്കി വരുന്നു. എല്ലാവരും പേടിച്ചു വിറയ്ക്കുമ്പോൾ ജിൻവു നടന്നു വരുന്ന പ്രതിമകളെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. ശേഷം എല്ലാവരോടും പ്രതിമകളെ നോക്കാൻ ആവശ്യപ്പെടുന്നു. പ്രതിമകളെ നോക്കുമ്പോൾ അവരനങ്ങില്ലെന്നും മറിച്ച് കണ്ണു തെറ്റുമ്പോൾ അവർ അടുത്തേക്ക് വരുമെന്നും പറയുന്നു. ജിൻവുവിനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന ഹണ്ടറിന് പ്രതിമയെ കണ്ട് പേടിച്ചു വിറയ്ക്കുന്നു. ഇനിയും നോക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഹണ്ടർ ജിൻവുവിനെ ഉപേക്ഷിച്ച് വെളിയിലേക്ക് ഓടുന്നു. ഹണ്ടർ ബലിപീഠത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു ചുവന്ന തീനാളം കെടുകയും ഗേറ്റ് ഒരൽപ്പം അടയുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്ന ഹണ്ടേഴ്സ് ഗേറ്റ് അല്പം അടഞ്ഞെങ്കിൽ കൂടി നേരത്തെ ഓടിപ്പോയ ഹണ്ടറിന് വെളിയിൽ കടക്കാൻ സാധിച്ചെന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ജിൻവു മൂന്നാമത്തെ കൽപ്പന ദൈവത്തോടുള്ള വിശ്വാസം തെളിയിക്കാനാണെങ്കിൽ ഇതൊരു കെണിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും കൂടെയുള്ള മറ്റൊരു ഹണ്ടറും ജിൻവുവിനെ തള്ളിക്കളഞ്ഞിട്ട് ഗേറ്റിന് വെളിയിലേക്ക് ഓടുന്നു. ഇതോടെ വീണ്ടും ഒരു ചുവന്ന നാളം കെടുന്നു. ബാക്കിയുള്ള ഹണ്ടേഴ്സിന് വെളിയിലേക്ക് പോകാൻ ഒരുങ്ങിയെങ്കിലും ജിൻവു തടയുന്നു. ഇനിയും ആരെങ്കിലും പോയാൽ പ്രതിമകൾ അനങ്ങി തുടങ്ങുമെന്ന് പറയുന്ന ജിൻവു പ്രതിമയെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നാൽ ഒരാപത്തും സംഭവിക്കില്ലെന്ന് പറയുന്നു. നീല തീനാളം ഒരു ടൈമറാണെന്ന് പറയുന്ന ജിൻവു നീല നാളങ്ങൾ മുഴുവൻ അണഞ്ഞു കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും പറയുന്നു.
ജിൻവു പറയുന്നത് നേരെ തിരിച്ച് സംഭവിച്ചുകൂടെ എന്നും എല്ലാ നീലനാളങ്ങളും അണയുന്നതിന് മുൻപ് വെളിയിൽ കടക്കാനും ഇല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകുന്ന അവസ്ഥയും ഉണ്ടായിക്കൂടെ എന്ന് ഹണ്ടർ കിം ചോദിക്കുന്നു. കൂട്ടത്തിലെ ഏറ്റവും ബലഹീനനായ ജിൻവു കാരണമാണ് എല്ലാവരും ഇവിടെ ജീവനോടെ ഇരിക്കുന്നതെന്ന് പറയുന്ന കിം തനിക്കിനി ഒരു റിസ്ക് എടുക്കാൻ വയ്യെന്നും തന്നെയും കാത്തൊരു കുടുംബം വെളിയിലുണ്ടെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബലിപീഠത്തിൽ നിന്നും വെളിയിലേക്ക് ഓടുന്നു. ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ ജിൻവു ഭിത്തിയിലിടിക്കുന്നു. കിം പോയ ശേഷം പ്രതിമകൾ അനങ്ങുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ജിൻവുവിനോട് ജൂഹിയെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ ക്യാപ്റ്റൻ സോങ് പറയുന്നു. ഒരാൾ ബലിപീഠത്തിൽ നിൽക്കുന്നിടത്തോളം നേരം വാതിൽ പൂർണ്ണമായി അടയില്ലെന്നും നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണെന്നും ജീവിതം ഇനിയും കിടക്കുകയാണെന്നും അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാനും ക്യാപ്റ്റൻ പറയുന്നു. ജൂഹിയോട് ജിൻവുവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ജൂഹിയുടെ കാലുകൾ തളർന്നിരുന്നു പോകുന്നു. ഒരുപാട് നേരം ഹീലിംഗ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ക്യാപ്റ്റൻ പറയുന്നു. ശേഷം ക്യാപ്റ്റനോട് ജൂഹിയെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ പറയുന്നു. ജിൻവുവിൻ്റെ തീരുമാനത്തോടെ ക്യാപ്റ്റൻ എതിര് പറയുമ്പോൾ ജൂഹിയെ ആരെടുത്തോണ്ട് പോകുമെന്ന് ജിൻവു ചോദിക്കുന്നു. ശേഷം ജൂഹിയുടെ കയ്യിൽ ജിൻവു ആകെ കിട്ടിയ എസൻസ് സ്റ്റോൺ കൊടുക്കുന്നു. ജൂഹിയെ ഡിന്നറിന് കൊണ്ടുപോകാമെന്ന് താൻ വാക്ക് തന്നതല്ലേ എന്നും ഇതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാനും പറയുന്ന ജിൻവു ഞാൻ വെളിയിൽ വന്നിട്ട് ബാക്കി വാങ്ങിച്ചോളാമെന്ന് പറയുന്നു. ജിൻവു പറയുന്നത് കേട്ട് കരയുന്ന ജൂഹി വീണ്ടും ജിൻവുവിനോട് തർക്കിക്കുമ്പോൾ ക്യാപ്റ്റൻ ഒറ്റയടിക്ക് ജൂഹിയെ ബോധം കെടുത്തുന്നു. ഇനിയും തർക്കിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജൂഹിയെയും കൊണ്ട് വാതിലിന് പുറത്ത് കടക്കുന്നു. ഇതോടെ 2 ചുവന്ന നാളങ്ങളും അണയുന്നു. ഇനി താൻ മാത്രം മരിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ജിൻവു ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കാമായിരുന്നെന്ന് ചിന്തിക്കുന്നു. പ്രതിമകൾ അടുത്തേക്ക് വരുമ്പോൾ വാള് നീട്ടിപ്പിടിക്കുന്ന ജിൻവു പോകുമ്പോൾ ഒരാളെയെങ്കിലും കൊണ്ടേ പോകൂ എന്ന് പറയുന്നു. പെട്ടെന്ന് പ്രതിമകൾ ജിൻവുവിനെ ആക്രമിക്കുന്നു. കത്തികൊണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും ജിൻവുവിൻ്റെ കൈ ഉൾപ്പെടെ വെട്ടിക്കളയുന്നു. പ്രതിമകൾ ജിൻവുവിനെ അടിച്ചു നിൽക്കുമ്പോൾ തനിക്കൊരു ശക്തനായ ഹണ്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹമെന്നും പക്ഷേ അതിന് സാധിച്ചില്ലെന്നും എന്നാലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചില്ലെന്നും ജിൻവു ഓർക്കുന്നു. അപ്പോഴേക്കും പ്രതിമ ജിൻവുവിൻ്റെ ശരീരത്തിൽ കുന്തം കുത്തിയിറക്കുന്നു. എല്ലാവരും അവസാനം സ്വാർത്ഥരാണെന്ന് പറയുന്ന ജിൻവു നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കുടുംബമുണ്ടെന്നും എനിക്കും തിരിച്ചു പോകണമെന്നുണ്ടെന്നും ചിന്തിക്കുന്നു. അപ്പോഴേക്കും പ്രതിമ ജിൻവുവിനെ കുന്തത്തിന് പൊക്കി ബലിപീഠത്തിലേക്കിടുന്നു. ജിൻവുവിൻ്റെ രക്തം ബലിപീഠം മുഴുവൻ കവിഞ്ഞൊഴുകുന്നു. അവസാനത്തെ ഒരിറ്റ ജീവനുള്ളപ്പോഴും തനിക്ക് മരിക്കേണ്ട എന്ന് ജിൻവു ചിന്തിച്ച് കരയുന്നു. പ്രതിമയുടെ ഭീമൻ വാള് ജിൻവുവിന് നേരെ ചീറി വരുമ്പോഴും തനിക്കൊരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജിൻവു ചിന്തിക്കുന്നു. അവസാനത്തെ നാളവും അണയുന്നു. പെട്ടെന്ന് ഒരു സ്ക്രീൻ തെളിഞ്ഞു വരുന്നു. അതിൽ ഒരു പ്ലെയർ ആകാനുള്ള അവസരം കാണിക്കുന്നു. അത് അംഗീകരിക്കാനും നിരസിക്കാനുമുള്ള ഓപ്ഷനും കാണിക്കുന്നു. പ്ലെയർ ആകുന്നതിൽ നോ പറഞ്ഞാൽ അടുത്ത 2 സെക്കൻഡിൽ ഹൃദയം നിലയ്ക്കുമെന്നും മുന്നറിയിപ്പ് കാണിക്കുന്നു. അതിന് ജിൻവു യെസ് എന്ന ഓപ്ഷൻ അമർത്തുന്നത് കാണിച്ചുകൊണ്ടാണ് സോളോ ലെവലിംഗ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.